യെസ് സ്റ്റാർട്ട്. ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. സോ ലാസ്റ്റ് ടോപ്പിക്കാണ് മാത്സിൻ്റെ. സോ അത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഉള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ചാപ്റ്റർ 5. ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം അല്ലേ. ഫാക്ടോറിയൽ മീൻസ് എൻ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എൻ മൈനസ് ത്രീ ഇൻറ്റു അങ്ങനെ പോകാം അല്ലേ. ഇപ്പോൾ 5 ഫാക്ടർ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അങ്ങനെയല്ലേ പോകാം. യെസ്, സോ വി ക്യാൻ റൈറ്റ് ഇപ്പോൾ 5 ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ. സെറ്റാണോ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ അങ്ങനെ എഴുതി കൂടെ. യെസ്, സോ ഫാക്ടോറിയൽ സിമ്പിൾ കൂടി നോക്കുക. 5 ഫാക്ടോറിയൽ എഴുതി നോക്കുക, രീതി നോക്കുക. ക്ലിയർ അല്ലേ? യെസ്, ചിലപ്പോൾ ഈ ഒരു രീതിയിലും അവർ ക്വസ്റ്റ്യനിൽ തരാം. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അതായത് മൾട്ടിപ്ലിക്കേഷൻ റൂളും അഡീഷണൽ റൂളും അറിയണം. എടാ, മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലം വരെ പോകാനായിട്ട് 5 ബസ് ഉണ്ട്, തിരിച്ചു വരുമ്പോൾ 4 റിക്ഷയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ എത്ര ഓപ്ഷൻസ് എന്ന് വെച്ചാൽ 5 ഇൻറ്റു 4. ഓക്കെ, സോ 5 ഇൻറ്റു 4 is 20 ഓപ്ഷൻസ്. ഓക്കെ, സോ ഒരു ബസ്സിൽ പോയിട്ട് ഒരു റിക്ഷയിൽ വരാം. സോ അങ്ങനെ ഒരു ഓപ്ഷനാണ്. നിങ്ങൾ സെയിം കാര്യം ചെയ്യാനായിട്ടുള്ള ഓൾട്ടർനേറ്റ് വേസ് ആണെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇവിടുന്ന് അവിടത്തേക്ക് പോകുന്ന കാര്യം ചെയ്യുന്നത് സെയിം കാര്യം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എന്താ, ഒന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, സോ ഇപ്പോൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് 5 ബസ്സസ് ഉണ്ട്, 4 റിക്ഷ ഉണ്ട്. അപ്പോൾ എങ്ങനെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 5 ചോയ്സ് ഉണ്ട്, അപ്പുറത്ത് 4 ചോയ്സ് ഉണ്ട്. സോ 5 + 4 = 9 ചോയ്സസ് ഉണ്ട്. ഓക്കെ, സോ m+n വേസ് ആയിരിക്കും. പിന്നെ അടുത്തത് അതാ NPR എന്താ നോക്കാം. സോ NPR ഫോർ എക്സാമ്പിൾ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n r ഒബ്ജക്ട്സ് ആർ സെലക്ട്. അതായത് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ റോസ് എന്നുള്ള വാക്ക് എടുക്കണം. സോ അതിന് നിങ്ങൾ എന്താ പറയുക, എല്ലാ ലെറ്റേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇറ്റ്സ് പോസിബിൾ ഇൻ എത്രയാണ്, 4 എണ്ണമല്ലേ ഉള്ളത്. സോ 4 വേസ് ആണ് പോസിബിൾ ആവുക അല്ലേ. യെസ്, സോ ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾ റോസ് എന്നുള്ള വാക്കിൽ 3 എണ്ണം എടുത്തിട്ട് ചെയ്യണമെങ്കിൽ 4p3 വേസ് പോസിബിൾ ആണ്. റോസ് എന്നുള്ള വാക്കിൽ 2 ലെറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെന്നാണെങ്കിൽ 4p2 വേസ് പോസിബിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് NPR വേസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് പോസിബിൾ. ഓക്കെ, സോ NPR ക്യാൻ ബി റിട്ടൺ ആസ് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5p3 ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ജസ്റ്റ് ബാക്കിലോട്ട് 3 ടൈംസ് വന്നാൽ മതി. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ 6p2 ചോദിക്കുകയാണെങ്കിൽ 6 എന്ന് ബാക്കിലോട്ട് 2 പ്രാവശ്യം വന്നാൽ മതി. അതായത് സിമ്പിളായിട്ട് 6 ഇൻറ്റു 5 എന്ന് എഴുതാൻ മതി. ക്ലിയർ? സോ 0 ഫാക്ടോറിയൽ എത്രയാണ്? 1 ആണ്. 1 ഫാക്ടോറിയൽ എത്രയാണ്? 1 ആണ്, അറിയാം അല്ലേ. NPN ഉം n-1 ഒക്കെ സെയിം ആണ്. സോ ദാറ്റ് വിൽ ബി സെയിം ആസ് n ഫാക്ടോറിയൽ. സോ അത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ റോസിൻ്റെ കാര്യം പറഞ്ഞു. സോ 4 ലെറ്റേഴ്സ് ഉണ്ട്, 4 ലെറ്റേഴ്സ് എടുത്തിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോ 4p4 വേസ് 4 ഫാക്ടോറിയൽ വേസ് പോസിബിൾ ആണ്. ഓക്കെ, yes, so this is another important equation. n+1 factorial minus n factorial equal to n into n factorial എന്നുള്ള രീതിയിൽ വരാം. സോ ഇത് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്ത് നമുക്ക് ചെയ്യാവുന്ന ടെക്സ്റ്റിലെ ക്വസ്റ്റനാണ്. ഇനി ചിലപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ അറേഞ്ച് ചെയ്യാം. കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ 8 ലെറ്റേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് 8 ഫാക്ടറിയൽ വേസ് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. കമ്പ്യൂട്ടർ എന്നുള്ള വാക്കിനെ റീ അറേഞ്ച് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഒന്ന് കുറക്കുക. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ഓൾറെഡി ഉണ്ടല്ലോ. സോ ബാക്കിയുള്ള രീതിയിൽ മാത്രമേ വരുള്ളൂ. സോ ദാറ്റ് ഈസ് 8 ഫാക്ടറിയൽ മൈനസ് 1. ഓക്കെ, പിന്നെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ദിസ് മനസ്സിലാക്കുക. n articles are arranged in such a way that 2 particular articles always come together. അപ്പോൾ 2 particular articles ഒരുമിച്ച് വരണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ആർട്ടിക്കിൾസ് ഉണ്ട്. ABCD എന്ന് പറഞ്ഞ 5 എണ്ണം, E എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം ഉണ്ട്. ഇതിൽ നിങ്ങളോട് പറയുന്നത് എയും ബിയും ഒരുമിച്ച് വരണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, സോ ദാറ്റ്സ് പോസിബിൾ ഇൻ ഇതൊരു യൂണിറ്റ് ആയിട്ട് എടുക്കുക. ഇത് 3 എണ്ണം ഉണ്ട്. സോ ടോട്ടൽ 4. സോ 4 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ പറ്റും. സോ 2 ഫാക്ടോറിയൽ. സോ ദ ആൻസർ വിൽ ബി 2 ഇൻറ്റു n-1 ഫാക്ടോറിയൽ. ക്ലിയർ? ഓക്കെ, ഇനി നേരെ മറിച്ച് ഇത് രണ്ടും ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ടോട്ടൽ കേസസ് എത്ര പോസിബിൾ? 5 ഫാക്ടോറിയൽ. ടോട്ടൽ കേസസിൽ നിന്നും നിങ്ങൾ ഈ പറഞ്ഞ ഒരുമിച്ച് വരുന്ന കേസസ് 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ 5 ഫാക്ടോറിയൽ മൈനസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 ഫാക്ടോറിയൽ ഇൻറ്റു 3 എന്ന രീതിയിൽ കിട്ടും. ദാറ്റ് ഈസ് സെയിം ആസ് n-2 ഇൻറ്റു n-1 ഫാക്ടോറിയൽ. ക്ലിയർ? ഓക്കെ, യെസ്. സോ ആ ടൈപ്പ് ക്വസ്റ്റൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. സോ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ റിലേറ്റഡ് സം ഉണ്ട്. എങ്ങനെയാണ് സം കണ്ടുപിടിക്കുക അത് ടെക്സ്റ്റ് നോക്കുക, മനസ്സിലാക്കുക കേട്ടോ. യെസ്, ഇഫ് ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഡോട്ടർ ആർ അറേഞ്ച് സോ ദാറ്റ് വൊവൽസ് ഓക്യുപൈ ഓഡ് പ്ലേസസ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സ് ആർ. സോ ദിസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഡോട്ടർ എന്നുള്ള വാക്ക് എടുക്കുക. ഇതിൽ വൊവൽസ് ഉണ്ടല്ലോ AUE എന്ന് പറയുന്നത് ഓൾഡ് പ്ലേസസിലാണ് വരുന്നതെങ്കിൽ ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് A ഇട്ടു, ഓക്കെ, ഇവിടെ U ഇട്ടു, ഇവിടെ E ഇട്ടു. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് അപ്പോൾ ടോട്ടൽ 8 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്. എടാ 1 2 3 ഓക്കെ, നിങ്ങൾ 3 സ്ഥലത്ത് ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, ആൻഡ് ശ്രദ്ധിച്ചു നോക്കുക ടോട്ടൽ ഓഡ് നമ്പേഴ്സ് എത്രയല്ലേ? 4. ഇപ്പോൾ 8 എണ്ണല്ലോ ഇടാ. 8 എണ്ണത്തിൽ 1 3 5 9 എന്ന് പറയുന്ന 4 പ്ലേസസ് ആണല്ലേ. ആ 4 പ്ലേസസിൽ വേണം നിങ്ങൾ 3 എണ്ണം അറേഞ്ച് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് പോസിബിൾ ഇൻ 4p3 വേസ്. ഇനി ബാക്കിയുള്ള 5 പ്ലേസസിൽ 5 എണ്ണം അറേഞ്ച് ചെയ്യും. സോ ദാറ്റ് ഈസ് പോസിബിൾ ഇൻ 5 ഫാക്ടോറിയൽ വേസ് അല്ലേ. നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻ എങ്ങനെ കിട്ടാം? യെസ്, n-1 ഫാക്ടോറിയൽ ആണ്. അതേപോലെ നമ്മൾ 2 നെയ്ബേഴ്സ് ഒരുമിച്ച് വരാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ എന്ത് ചെയ്താൽ മതി? ഹാഫ് എടുത്താൽ മതി റൗണ്ട് ടേബിളിൽ വരുമ്പോഴേ. ഓക്കെ, സോ ദാറ്റ് മീൻസ് നെക്സ്റ്റ് നെക്ലേസിലെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് നെക്ലേസസ് ഫോംഡ് വിത്ത് n ബീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് അങ്ങനെ ചോദിച്ചാൽ എന്താണ്? യെസ്, 1/2 n-1 ഫാക്ടോറിയൽ അല്ലേ. യെസ്,
ഇനി പെർമുട്ടേഷൻസ് വിത്ത് റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ നമുക്ക് റെസ്ട്രിക്ഷൻ വെക്കുകയാണ് കുറച്ച്. അതായത് നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം വെൻ എ പർട്ടിക്കുലർ ഒബ്ജക്ട് ഇസ് നോട്ട് ടേക്കൺ ഇൻ എനി അറേഞ്ച്മെന്റ്. സോ അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ABCDE എന്ന് പറയുകയാണ്. സോ ഇതിലെപ്പോഴും പറയണം ഇത്രയും 5 ആൾക്കാരുണ്ട്, ഈ 5 ആൾക്കാരിൽ A ഒരിക്കലും എടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് 2 പേരെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ 3 പേരെ അറേഞ്ച് ചെയ്യണം എന്ന് പറയണം. സോ എനെ എന്തായാലും ഒഴിവാക്കിയില്ലടാ, ഒഴിവാക്കി കഴിഞ്ഞാൽ A പോട്ടെ, ബാക്കിയുള്ള എത്ര പേരാണ്? 4 പേര്. ബാക്കിയുള്ള 4 പേരിൽ 3 പേര് എടുത്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യും അല്ലേ. സോ ദാറ്റ് ഈസ് n-1 PR. ഓക്കെ, ഇനി നിങ്ങളോട് പറയണം ഇവിടെ A എപ്പോഴും ഇൻക്ലൂഡ് ആവണം. എന്ന് പറഞ്ഞാൽ എനെ ഞാൻ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തു, ബാക്കി എത്ര പ്ലേസ് ഉണ്ടാവുള്ളൂ എനിക്ക്? യെസ്, 3 പ്ലേസ് ഉണ്ടാവോ? ഇല്ല, 2 പ്ലേസിലേ ഉണ്ടാവുള്ളൂ. യെസ്, ബാക്കിയുള്ള 4 ഇടത്ത് വേണം 2 പ്ലേസ് ഫിൽ ചെയ്യാൻ. സോ 4p2 ഫേസിൽ അത് 2 ഫിൽ ചെയ്യാൻ പറ്റും അല്ലേ. ഇനി A ക്യാൻ ബി ഈ പൊസിഷൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് പോസിബിൾ. A ഇവിടെ വെക്കാം അല്ലേ. സോ 3 times. Okay, so that is why the answer is r into n-1 PR-1. Okay അല്ലേ. യെസ്, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5bയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതും കൂടി ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് സിഗ്മ n r equal to 1 r PR is ഇത് എത്രയാണെന്ന് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, 12th ക്വസ്റ്റ്യൻ. അത് നോക്കാം എന്തായാലും. n+1 p n+1 -1. സോ ഈ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, അത് സോൾവ് ചെയ്യണം കേട്ടോ നല്ലപോലെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. The total number of ways in which 6 girls and 4 boys arrange in the line so that no 2 boys occur together. Okay, so the boys ഒരുമിച്ച് ഉണ്ടാകാൻ പാടില്ല. സോ ഞാൻ ഫോർ എക്സാമ്പിൾ ഗേൾസ് എടുക്കാം. 6 ഗേൾസ് അല്ലേ? യെസ്, 6 ഗേൾസിനെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യണം. ഗേൾ. സോ 6 ഗേൾസിനെ അറേഞ്ച് ചെയ്തു. സോ ദാറ്റ് ഈസ് പോസിബിൾ 6 ഫാക്ടൽ വേസ് അല്ലേ. ഇനി ഇവിടെ നോക്കാം, ഈ ഗ്യാപ്പിൽ എത്ര സ്പേസ് ഉണ്ടടാ? യെസ്, 7 സ്പേസ് ഉണ്ട്. ഈ 7 സ്പേസിൽ ബാക്കിയുള്ള 4 പേരെ ഞാൻ 2 പേര് എന്ത് ചെയ്യും? ബാക്കിയുള്ള 4 ബോയ്സിനെ അറേഞ്ച് ചെയ്യണം അല്ലേ. സോ 7p4 വേസ് പോസിബിൾ ആണ്. ക്ലിയർ ആണോ? യെസ്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ അലഹബാദ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ, ഇപ്പോൾ സെയിം ലെറ്റർ ഇസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോസ് ആണെന്ന് ചോദിക്കുന്നത്, റോസിൽ 4 ഫാക്ടോറിയലാണ് ആൻസർ. പക്ഷേ റൂട്ട് ആണെങ്കിൽ 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഇവിടെ 2 പ്രാവശ്യം ഉണ്ട് അല്ലേ. ഇറ്റ്സ് റിപ്പീറ്റിംഗ് 2 times. സോ 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ശരി, ഇനി ഇതേപോലെ ദിവസമാണ് ഇവിടെ 6 പ്ലസ് സൈൻ പ്ലസ് മൈനസ് സൈൻ. കാരണം ഇവിടെ പ്ലസ് സൈൻ ഇവിടെ ഗേൾസ് ബോയ്സ് പോലെയല്ല. ഗേൾസ് ബോയ്സ് 6 ആൾക്കാർ 6 ഡിഫറെൻറ്റ് ആൾക്കാരാണ്. പ്ലസ് സൈൻ എന്ന് പറഞ്ഞാൽ പ്ലസ് എന്ന് പറയുമ്പോൾ 6 എന്തായിരിക്കും? സെയിം സാധനമായിരിക്കും. സോ അതുകൊണ്ടാണ് ഇവർ 6 ഫാക്ടോറിയൽ ഇൻറ്റു 7p4 എടുത്തല്ലോ. എന്നിട്ട് ഇവിടെ 6 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതേപോലെ നെഗറ്റീവ് സൈൻ എന്ത് 4 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ആൻസർ ഇസ് 35. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സെലക്ഷൻ ഉള്ള കേസാണ്, കമ്മിറ്റി ഫോർമേഷൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെയാണ് കോമ്പിനേഷൻ യൂസ് ചെയ്യുക. സോ നമ്മളോട് ഇപ്പോൾ NC6 ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് 5C2 ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ, ദാറ്റ് വിൽ ബി സെയിം ആസ് 5C3 ഓൾസോ. അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ 50C2 ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെയിം ആസ് 50C48 ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ 50C2 ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം പെർമ്യൂട്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ബാക്കിലോട്ട് 2 പ്രാവശ്യം വരും അല്ലേ. യെസ്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2 ബാക്കിലോട്ട് 2 പ്രാവശ്യം വരാം. സോ 2 into 1. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10C3 ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ 10 into 8 9 into 8 ഡിവൈഡഡ് ബൈ 3 into 2 into 1 എന്ന രീതിയിൽ എടുക്കുക. ക്ലിയർ അല്ലേ? യെസ്, ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് NC0 NCn equal to 1 ആയിരിക്കും. NC1 equal to NCn-1 equal to n ആയിരിക്കും. NCR equal to NCR-1 അത് ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ. യെസ്, ദിസ് ഈസ് അനദർ സ്റ്റാൻഡേർഡ് റിസൾട്ട്. NCR plus NCR-1 is equal to n+1CR. ഇതും പഠിക്കണം. ഓക്കെ അല്ലേ. യെസ്, പിന്നെ അലഹബാദിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നോക്കുക എത്ര ലെറ്റേഴ്സ് ഉള്ളത്? 1 2 3 4 9 ആണല്ലേ. ഇറ്റ്സ് 9 ഫാക്ടോറിയൽ. A is repeated 4 times. That's why divide by 4 factorial. അല്ലേ. അതേപോലെ ഇത് L is repeated 2 times. അതുകൊണ്ട് 2 factorial ഡിവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് permutations when each thing may be repeated once, twice, up to r times in any arrangement is n raised to r. Okay, so permutations when each thing may be repeated once, twice, up to r times എന്ന് പറയുന്നത്, അതായത് റിപ്പീറ്റേഷൻ ഈസ് അലൗഡ് ആണെങ്കിൽ പോസിബിലിറ്റി. റിപ്പീറ്റേഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? NPR അല്ലേ. റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിലോ n raised to r ആയിരിക്കും. ഓക്കെ, പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോം ഗ്രൂപ്പ്സ് ബൈ ടേക്കിംഗ് സം ഓർ ഓൾ ഓഫ് n തിങ്സ്. അതായത് നിങ്ങളോട് പറയണം ഹൗ മെനി വേസ് ഒന്നിൽ കൂടുതൽ റിലേറ്റീവ്സിനെ എനിക്ക് വിളിക്കാൻ പറ്റും വീട്ടിലേക്ക്. ഓക്കെ, സോ 8 പേരില്ല. സോ ദാറ്റ് മീൻസ് AC1 plus AC2 plus AC3 plus AC8 വരെ വരും. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 raised to n കിട്ടും അല്ലേ. സോ 8 ഇവിടുന്ന് കണ്ടോ 8C0 0 ആൾക്കാർ വിളിക്കുന്ന കേസില്ല, അതുകൊണ്ടാണ് 1 minus വരിക. സോ 2 raised to 8 ഡിവൈഡ് ബൈ 2 raised to n-1 എന്ന് ഇട്ടാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ മോർ തിങ്. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഇറ്റ് ഇസ് പോസിബിൾ ടു മേക്ക് ഗ്രൂപ്പ്സ് ടേക്കിംഗ് സം ഓർ ഓൾ ഓഫ് n തിങ്സ് വെർ n1 തിങ്സ് ആർ അലൈക്ക് ഓഫ് 1. സോ ഇത് സംഭവം ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ഹൗ മെനി വേസ് നമുക്ക്
one or more ball can be selected from a pack of 2 white and 3 black balls എന്ന് ചോദിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ 2 വൈറ്റ് ബോൾ ഉണ്ട്, നോക്കുക 2 വൈറ്റ് ബോൾ ഉണ്ട്, അതേപോലെ 3 ബ്ലാക്ക് ബോൾ ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഒരെണ്ണം ഇപ്പോൾ ഒരു വൈറ്റ് മാത്രം എടുക്കാം അല്ലേ, ഒരു ബ്ലാക്ക് മാത്രം എടുക്കാം, പോസിബിൾ. യെസ്, 2 വൈറ്റ് എടുക്കാം, ഒരു വൈറ്റ് ഒരു ബ്ലാക്ക് എടുക്കാം, അതേപോലെ 2 ബ്ലാക്ക് എടുക്കാം. യെസ്, 3 ആണെങ്കിലോ യെസ് 2 വൈറ്റ് ഒരു ബ്ലാക്ക് എടുക്കാം അല്ലേ. യെസ്, അതേപോലെ ഒരു വൈറ്റ് 2 ബ്ലാക്ക് എടുക്കാം, 3 ബ്ലാക്ക് എടുക്കാം. യെസ്, 4 ആണെങ്കിലോ 2 വൈറ്റ് 2 ബ്ലാക്ക് എടുക്കാം, ഒരു വൈറ്റ് 3 ബ്ലാക്ക് എടുക്കാം, പോസിബിൾ ആണ്. 5 ആണെങ്കിലോ യെസ് 2 വൈറ്റ് ആൻഡ് 3 വൈറ്റ്. സോ ഇത്രയും നോക്കുമ്പോൾ 5 പ്ലസ് 3 പ്ലസ് 3 എത്ര 6 അല്ലേ, 11 അല്ലേ. യെസ്, ദാറ്റ്സ് പോസിബിൾ ഇൻ 3 into 4 minus 1 ways എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ടല്ലോ. യെസ്, സോ 2 1 കൂട്ടാ 3 3 1 കൂട്ടാ 4. സോ 3 into 4 minus 1. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ. യെസ്, ഇതൊക്കെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, ഇനിയും ക്വസ്റ്റ്യൻസ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് വിൽ ബി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാം. ആ ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡില്ലേ, യെസ്, അതിന് എങ്ങനെയാണ് നമുക്ക് ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോ, എക്സാമിന് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ഫ്രണ്ട്സ്. സോ അതോടെ നമുക്ക് ഇന്നത്തെ മാത്സിൻ്റെ മാരത്തോൺ സെഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഫൈൻ, താങ്ക് യു. So all the best for your exam. Cut.